അമ്മേ അതെ, ഒരു 10 മണിയാകുമ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടേ. അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ട്രൈ ചെയ്തിട്ട് എന്താ ഇതുവരെ ഒരു ഇൻ്റർവ്യൂ പോലും വരാത്തെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് കോള് വന്നത്, ഒരു 10 മണിയാകുമ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ അമ്മേ, ഞാനെന്നാ ഒന്ന് പോയിട്ട് വേഗം വരാം കേട്ടോ. ഓ, ഇപ്പം എന്തിനാ ജോലിയൊക്കെ? ഈ വീട്ടിൽ എന്തോരം പണിയാണ് ചെയ്യാനുള്ളത്. നീ ജോലിക്ക് പോയാൽ പിന്നെ ഈ വീട്ടിലെ പണിയൊക്കെ ആരാ ചെയ്യുക? അമ്മ MBA വരെ പഠിച്ചിട്ട് എങ്ങനെയാണ് വീട്ടിൽ ഞാൻ വെറുതെ ഇരിക്കുക? എന്തായാലും എനിക്ക് ജോലിക്ക് പോകണ്ടേ? നീ എന്നെ കണ്ടു വേണം പഠിക്കാൻ. മോൻ്റെ അച്ഛൻ എന്നെ ഈ വീട്ടിലോട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ ഉണ്ടല്ലോ, അന്നത്തെ പ്രീ ഡിഗ്രിയാണ് ഞാൻ പഠിച്ചത്, അറിയാമോ? അന്നത്തെ പ്രീ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇന്നത്തെ MBAക്കൊക്കെ തുല്യമാണ്. കല്യാണം കഴിച്ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു ഞാനൊരു ജോലിക്ക് പൊക്കോട്ടെ എന്ന്. അങ്ങേര് എന്നെ ഒരു നോട്ടം നോക്കിയിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ ആ വാക്ക് മിണ്ടിയിട്ടില്ല, അറിയോ? പിന്നെ ഞാനിവിടെ വീട്ടിൽ പണിയൊക്കെ ചെയ്ത് പിള്ളേരെ നോക്കി ഞാൻ ഈ വീട്ടിലങ്ങ് കൂടി മര്യാദക്കൊരു ഭാര്യയായിട്ട്. അത് മതി. അതമ്മ അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞായിരുന്നല്ലോ കല്യാണം കഴിഞ്ഞിട്ട് ജോലിക്ക് വിടാന്ന്. അവൻ അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞെങ്കിൽ അത് കല്യാണത്തിന് മുമ്പല്ലേ, ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ? കല്യാണത്തിന് മുമ്പ് അങ്ങനെ പലതും പറഞ്ഞെന്ന് വരും, അതൊന്നും കാര്യമാക്കണ്ട അമ്മ. അത് മാത്രമല്ല, ഈ 4 വർഷം ഞാൻ പഠിച്ചതിന് നല്ല ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ലോൺ എടുത്തിട്ടൊക്കെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വീട്ടിലെ സ്ഥിതിയും കുറച്ച് മോശമാണ്, ഉള്ളതൊക്കെ വിറ്റ് പറക്കിയിട്ട് എൻ്റെ കല്യാണം നടത്തിയത്. പിന്നെ അച്ഛന് പെൻഷൻ കാശ് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഞാനിനി എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി അതിൽ നിന്ന് വല്ല പൈസ കിട്ടിയിട്ട് വേണം അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലുമൊക്കെ ചിലവിന് കൊടുക്കാനൊക്കെ. അപ്പോൾ ഇപ്പം തന്നെ കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായില്ലേ അമ്മേ. ഇപ്പോൾ എനിക്ക് എന്തായാലും ജോലിക്ക് പോയേ പറ്റുള്ളൂ. അച്ഛൻ്റെ അമ്മയുടെയും കാര്യം എങ്ങനെയെങ്കിലും നോക്കണം. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെറുക്കൻ താമസിക്കുന്ന ഏതാണോ അതാ നിൻ്റെ വീട്. നിൻ്റെ വീടുമായിട്ടുള്ള എല്ലാ ബന്ധവും കഴിഞ്ഞു. കല്യാണത്തിന് മുമ്പ് വരെ നിനക്ക് നിൻ്റെ വീട്ടുകാരെ നോക്കിയാൽ മതി. ഇനിയിപ്പോൾ ഞങ്ങളാ നിൻ്റെ വീട്ടുകാർ. ഞങ്ങൾ പറയുന്ന കേട്ട് വേണം നീ ജീവിക്കാൻ, കേട്ടോ? ഇനിയിപ്പോൾ മോൾ ആ ജോലിയുടെ കാര്യം കൊണ്ടൊന്നും ഇങ്ങോട്ട് വരണ്ട. മോൾ അടുക്കളയിൽ പോയി, അവിടെ കഞ്ഞിക്ക് കറി ഏതാണ്ടൊക്കെ വെക്കാനുണ്ട്, മോൾ അങ്ങോട്ട് ചെല്ല്. ഞാൻ ഇച്ചിരി നേരം ഒന്ന് കിടക്കട്ടെ, നല്ല മുട്ടുവേദന. എന്നാൽ ശരി, മോൾ അടുക്കളയിലോട്ട് ചെല്ല്, കേട്ടോ? കുറച്ച് സമയങ്ങൾക്ക് ശേഷം. നീ എങ്ങോട്ടാ ഈ ബാഗൊക്കെ ആയിട്ട്? ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാം. അതെന്താ ഇപ്പം വീട്ടിലൊക്കെ പോവാം? വീട്ടിൽ പോകുന്ന കാര്യമൊന്നും നേരത്തെ ഒന്നും നീ പറഞ്ഞില്ലല്ലോ ഇവിടെ. നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമോ? എൻ്റെ മോനിങ്ങി വരട്ടെ, മോനിങ്ങി വന്നിട്ട് ഇതിൽ രണ്ടിലൊന്ന് തീരുമാനം ഉണ്ടാക്കണം. അല്ല, ഇത് ഇവിടെ ഇങ്ങനൊന്നും ഇവിടെ പറ്റുകയല്ല. ഞാൻ അഹങ്കാരിയാണെന്ന് എന്ത് വേണേലും അമ്മയ്ക്ക് പറയാം, ഞാൻ അതിന് അമ്മയൊന്നും പറയുന്നില്ല. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, മകൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന പെണ്ണ് എന്നും വീടിൻ്റെ അടുക്കളയ്ക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കൊള്ളണമെന്നുള്ള അമ്മയുടെ ചിന്താഗതി ഉണ്ടല്ലോ, അത് അമ്മ മാറണം. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോൾ സമൂഹമൊക്കെ ഒരുപാട് മാറി. ഇത് 2013. ഈ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ഒന്നും അല്ലല്ലോ പറയുന്നത്, ജോലിക്ക് പോകണമെന്നല്ല പറയുന്നത്. MBA വരെ ഒരു പെണ്ണ് പഠിക്കണമെന്ന് പറയുമ്പോൾ എത്രമാത്രം അതിൻ്റെ പുറകെ കഷ്ടപ്പാടും കാര്യങ്ങളുണ്ടെന്ന് നമ്മ ഒന്ന് മനസ്സിലാക്കണം. ഇത്ര വർഷം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചത് ഒരു അടുക്കളയ്ക്കുള്ളിൽ തീർക്കാനല്ല അമ്മേ. എനിക്കും ജോലി ചെയ്യണം. നാളെ ഒരു ആവശ്യം വന്നാൽ എനിക്ക് മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട അമ്മ എന്നെ വളർത്തിയത്. അവർക്കൊരു നേരത്തെ ആഹാരമോ എന്തെങ്കിലും എന്നെക്കൊണ്ട് മേടിച്ചു കൊടുക്കാൻ കഴിയണം അമ്മേ. എന്നും അമ്മയുടെ മോൻ്റെ മുമ്പിൽ ചെന്ന് കൈ നീട്ടാൻ എനിക്ക് പറ്റരുത്. നാളെ അമ്മയുടെ മോൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞാൻ എങ്ങനെ ജീവിക്കും? അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ഞാൻ പറയില്ല. പക്ഷെ ഞാൻ പറയാം അമ്മേ, ഓരോ പെണ്ണും ഇന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം, അത്രമേ ഞാനും പറയുന്നുള്ളൂ. ഞാൻ ജോലി ചെയ്ത് എനിക്കൊരു പൈസ ഉണ്ടാകുമ്പോൾ അത് എൻ്റെ തന്നെയല്ലേ അമ്മ ഇരിക്കുന്നത്, അതിനെന്താ പ്രശ്നം? ശരി അമ്മ, ഞാൻ എന്തായാലും ഇറങ്ങും. പിന്നെ അമ്മയുടെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അമ്മ വിളിച്ചു പറഞ്ഞാൽ മതി. ഹരിയേട്ടനെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ആ നിമിഷം ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരും.